നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നടന്ന LDC പരീക്ഷയുടെ 100 ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എത്തരത്തിലുണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷ എന്നതും എത്തരത്തിലാണ് നിങ്ങൾ പരീക്ഷ എഴുതാത്ത കൂട്ടുകാർ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് PSCയുടെ ഈ പോക്ക് എങ്ങോട്ടാണ് എന്നും നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ സെക്ഷനിൽ ലൈവ് സെക്ഷനിൽ ചർച്ച ചെയ്തിരുന്നു. എന്താണ്? ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ശരി ഉത്തരം വരിക ഏതാണ്? ഓപ്ഷൻ ബി മാലിദ്വീപ്. ഓപ്ഷൻ ബി മാലിദ്വീപാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ അല്ലേ? എങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞത് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അപ്പം ഇത് ഒരു PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരും ചോദിച്ചാൽ അത് തന്നെ നമുക്ക് എന്താണ് ഒരു ഇതാണ്, പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? യെസ്, VP മേനോൻ. ഓപ്ഷൻ ഡി VP മേനോൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. VP മേനോൻ. മറ്റു പ്രസ്താവനകൾ നമുക്ക് വായിക്കാം. അപ്പം ഒന്നാമത്തെ ക്ലൂയിലൂടെ അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രസ്താവനയിലൂടെ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റുന്ന ചോദ്യമാണ്. അപ്പം ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് VP മേനോൻ ആണ്. അതുപോലെ 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. അതുപോലെ സർദാർ പട്ടേലിനും നെഹ്റുവിനോടൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? അത് VP മേനോൻ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? VP മേനോൻ. അപ്പം രണ്ടാമത്തെ ശരിയായിട്ട് ഉത്തരം ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി VP മേനോൻ. ഓക്കെ അല്ലേ? സെറ്റല്ലേ? എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ഏതാണ് നാറ്റോയുടെ ആസ്ഥാനം? നമുക്കറിയാം നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. ഓപ്ഷൻ ബി ബ്രസൽസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ അല്ലേ? എങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സമത്വ സമാജം അയ്യങ്കാളി എന്നാണ് തന്നിട്ടുള്ളത്. സമത്വ സമാജം ആരാണ്? സമത്വ സമാജം വൈകുണ്ഠസ്വാമി. ആരാണ്? വൈകുണ്ഠസ്വാമി. ഓക്കെ, സമത്വ സമാജം വൈകുണ്ഠസ്വാമി. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ ശരിയാണ്. അതുപോലെ തന്നെ സഹോദര പ്രസ്ഥാനം ആരാണ്? സഹോദര പ്രസ്ഥാനം ആരാണ് സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത്? അപ്പോൾ സഹോദര സംഘം സ്ഥാപിച്ച ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ. ഓക്കെ അല്ലേ? അപ്പം രണ്ടാമത്തേതും തെറ്റാണ്, ഒന്നാമത്തേതും തെറ്റാണ്. അതുപോലെ തന്നെ യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട് ശരിയാണ്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരിക ഏതാണ്? 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? 2ഉം 4ഉം. അത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ അല്ലേ? ഇത്രയും ശരിയല്ലേ? അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ എത്തരത്തിലാണ് പരീക്ഷ നിങ്ങൾക്ക് അനുഭവപ്പെട്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതി അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പദ്ധതി അല്ലേ, മൗണ്ട് ബാറ്റൻ പദ്ധതി ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഒന്ന് മാത്രമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം വരിക. ഓക്കെ അല്ലേ? എങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ആരാണ്? അത് ലൂയി 11 ലൂയി 14. ഞാനാണ് രാഷ്ട്രം ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ലൂയി 16. അതും കൂടി ഓർത്തു വെക്കുക. എങ്കിൽ നിങ്ങൾക്ക് റൊട്ടിയിലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? അത് മേരി ആന്റോയിനെറ്റ്. അപ്പം 2ഉം 3ഉം പ്രസ്താവനയാണ് ശരി. ഇതിൽ ഓപ്ഷൻ ബി 2, 3 എന്നിവയാണ് ശരി. 6B ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പെനിസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെനിസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് ഓപ്ഷൻ സി ഗോദാവരി. ഓപ്ഷൻ സി ഗോദാവരിയാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ അത് വളരെ സിമ്പിളാണ്. എന്താണ്? പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഓപ്ഷൻ ഡി ഗ്രീനിച്ച്. ഓപ്ഷൻ ഡി ഗ്രീനിച്ച് ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ അല്ലേ? എങ്കിൽ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ യെസ്,
ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് എന്നാണ് PSC ചോദിച്ചത്. ഇതും പലതവണ PSC ആവർത്തിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇവിടെയും ആവർത്തിച്ചു. ഏതാണ് ഉത്തരം? നമുക്കറിയാം, ഓപ്ഷൻ ബി ഒഡീഷ. ഓപ്ഷൻ ബി ഒഡീഷയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലടാ? എങ്കിലേ പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പത്താമത്തെ ക്വസ്റ്റ്യൻ എൽ നിനോ എന്നാണ്. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്താണ് പ്രധാനമായും ബാധിക്കുന്നത്? അത് ഓപ്ഷൻ സി തെക്കേ അമേരിക്ക. ഓപ്ഷൻ സി തെക്കേ അമേരിക്കയാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഇതാണ് തെക്കേ അമേരിക്ക. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വേനൽക്കാലത്ത് വടക്കൻ സമുദ്രങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേര് എന്താണ്? എന്താണ് ക്വസ്റ്റ്യൻ? വേനൽക്കാലത്ത് വടക്കൻ സമുദ്രങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ, വരണ്ട ഉഷ്ണക്കാറ്റ്, നമ്മൾ പലതവണ ആവർത്തിച്ച് പഠിച്ചതാണ്. വരണ്ട ഉഷ്ണക്കാറ്റ്, വടക്കൻ സമുദ്രങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏത് കൂട്ടുകാരെ? ഓപ്ഷൻ ബി ലൂ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ലൂ. ഓക്കെ അല്ലേടാ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് നിലവിൽ വന്നത്? നമുക്കറിയാം, അത് തൃശ്ശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് നിലവിൽ വന്നത്? തൃശ്ശൂർ ജില്ല. ഓക്കെ അല്ലേ? എങ്കിലേ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് എന്നാണ് ചോദ്യം. ഇതിന്റെ ശരി ഉത്തരം വരിക ഓപ്ഷൻ സി. എന്താണ്? വിദേശ കറൻസിക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്. എന്താണ്? ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടത്തെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയല്ലാത്തത്, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? യെസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സാമ്പത്തിക പരിഷ്കരണ കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് എന്നാണ്. ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരിക 15C 1, 3, 1, 2 എന്നിവയാണ്. ശരിയായിട്ട് ഉത്തരം ഏതാണ്? 1, 2. വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, അതുപോലെ തന്നെ കുറഞ്ഞ വേതന നിരക്ക്, ഇതാണ് ശരിയായിട്ട് വരിക. 1, 2 എന്നിവയാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത്? 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ഉത്തരം വരിക 16B. എന്താണ്? ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക്. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 17ാമത്തെ ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത എന്താണ് സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ് എന്നാണ് ചോദ്യം. എന്താണ്? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യമായ വിദ്യാഭ്യാസം നൽകുക എന്നാണ്. ഓപ്ഷൻ ഡി പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഈ സ്വയം പദ്ധതിയുടെ സവിശേഷത. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ചാനൽ ഇന്ന് മറ്റൊരു ക്ലാസ്സിൽ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് അടങ്ങിയ മറ്റൊരു ക്ലാസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ അല്ലേടാ? എങ്കിൽ 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 18ാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ ചുമതലകൾ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. എന്താണ്? നമുക്കറിയാം, ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് നീതി ആയോഗല്ല. ഇതിൽ നീതി ആയോഗുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ് കൂട്ടുകാരെ? യെസ്, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് മുദ്രാ പദ്ധതിയുടെ ലക്ഷ്യം. എങ്കിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 20ാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം നമുക്ക്. എന്താണ്? താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് സൊസൈറ്റി സൗജന്യ നിയമസഹായം നൽകുന്നത് ആർക്കൊക്കെ എന്നാണ് ചോദ്യം. ഈ 3 പേർക്ക്, സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ, ഇവരൊക്കെ ഇതിൻ്റെ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സൗജന്യ നിയമസേവനത്തിന് അർഹരാണ്. അതിൽ ശരി ഉത്തരം വരിക ഓൾ ഓഫ് ദി എബവ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇത് ശരി ഉത്തരമില്ല, ക്യാൻസൽ ആക്കും. അതുപോലെ തന്നെ
22ാമത്തതും എന്നാണ് ക്യാൻസലാക്കാൻ സാധ്യതയുണ്ട്. ക്യാൻസൽ ശരി ഉത്തരം ഇല്ലാത്ത 2 ക്വസ്റ്റ്യൻസ് ആണ് 21ഉം 22ഉം എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത് എന്നാണ്. അപ്പം നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ്, അമേരിക്കയിൽ നിന്നല്ല. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ അതും അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. അതുപോലെ ഓപ്ഷൻ സി 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി 2, 3 എന്നിവയാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ. ഓക്കെ അല്ലടാ. എങ്കിൽ 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? യെസ്, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരിക എന്താണ്? ഓപ്ഷൻ ബി 2, 3 എന്നിവയാണ്. 2, 3 ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ സഞ്ചാര സമത്വം 19 വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? സംഘടനാ രൂപീകരണത്തിലുള്ള അവകാശ സ്വാതന്ത്ര്യവും ഏതിൽ വരുന്നുണ്ട്? 19 വരുന്നുണ്ട്. എങ്കിൽ വിദ്യാഭ്യാസ അവകാശം വരുന്നില്ല. ഇതിൽ 1, 3 എന്നിവ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി 25. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ അല്ലടാ. എങ്കിൽ 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 26ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഒരു ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരിക ഓപ്ഷൻ സി 2, 3 എന്നിവയാണ്. 2, 3 സുപ്രീം കോടതി ഒരു ജഡ്ജി അംഗമാണ്. അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരംഗമാണ് എന്നിവയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വരിക. എങ്കിൽ 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യൻ വരിക എന്താണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായവും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായിട്ട് വരിക ഏതാണ്? ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകൾ ലഭിക്കും. ഇത് ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. 3ാമത്തെ പ്രസ്താവന കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഇതിൽ ശരിയായിട്ട് ഉത്തരം വരിക 1, 3 അതായത് 1, 3 ഓപ്ഷൻ ബി 27 എന്താണ്? ഓപ്ഷൻ 27 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. 1, 3 ഓപ്ഷൻ എ 1, 3 ഇവയാണ്. ഓക്കെ അല്ലേ? എങ്കിൽ 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 28 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അപ്പം 1ാമത്തെ പ്രസ്താവന ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ശരിയാണ്. അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അതും ശരിയാണ്. 3ാമത്തെ പ്രസ്താവന അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഈ 3ാമത്തെ പ്രസ്താവനയും ശരിയാണ്. അതായത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അപ്പം നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ എത്രയായിരിക്കും കട്ട് ഓഫ് എന്താണ് ഈ പരീക്ഷയിൽ, ഈ LDC പരീക്ഷയിൽ എത്രയായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത എന്നും നിങ്ങൾ പ്രവചിക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് പ്രവചിക്കുക. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 29ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1, 3 ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി 1, 3 ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 30ാമത്തെ ക്വസ്റ്റ്യൻ യെസ്, ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഇനി പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് അല്ലേ? അത് ശരിയായ പ്രസ്താവനയാണ്. 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തി. അത് തെറ്റായ പ്രസ്താവനയാണ്. എത്രാം ഷെഡ്യൂളിലാണ്? 11ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തി. എങ്കിൽ 3ാമത്തെ പ്രസ്താവന ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ഈ 1, 3 എന്നീ ഓപ്ഷൻ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി 30 ഓപ്ഷൻ സി ആണ് ഏത് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓപ്ഷൻ സി 1, 3 ഓക്കെ അല്ലേ? 1, 3 ഓക്കെ 30 സി. എങ്കിൽ നെക്സ്റ്റ് 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കൂട്ടുകാർ. എന്താണ് 31ാമത്തെ ക്വസ്റ്റ്യൻ?
എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ സാമ്പത്തിക കുറ്റകൃത്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ് ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ 1, 2, 3 എന്നീ 3 പ്രസ്താവനകൾ ശരിയാണ്. അതായത് ഓൾ ഓഫ് ദി എബവ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, എങ്കിൽ 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 32ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. 32ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഇനി മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ഇനി മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇതിൽ 32 1 and 2 ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1 and 2 ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 33ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? യെസ്, എന്താണ്? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവന. അതുപോലെ ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇനിയോ സംസ്ഥാനത്തെ ഭരണനിർവഹണ വിഭാഗത്തിന് തലവൻ ഗവർണറാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. 1 and 3 ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ എ 1 and 3. ഓക്കെ അല്ലേ? എങ്കിൽ 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഭക്ഷണത്തെ ചെറു തന്മാത്രകളാക്കി മാറ്റുന്നു. ശരിയാണ്. പോഷണങ്ങൾ രക്തസംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അതും ശരിയാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നു. തെറ്റാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. ശരി. ഇതിൽ ശരിയായ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, എങ്കിൽ 35ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 35ാമത്തെ ക്വസ്റ്റ്യൻ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അത് ഓപ്ഷൻ എ ഓസ്റ്റിയോപോറോസിസ്. കാൽസ്യത്തിൻ്റെ അഭാവം മൂലം മനുഷ്യരുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുക. എങ്കിൽ 36ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 36ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് മഴക്കാടുകളാണ്. ഇത് മഴക്കാടുകൾ. 36B മഴക്കാടുകൾ. എങ്കിൽ 37ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? അത് ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പ്. 37 ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 38ാമത്തെ ക്വസ്റ്റ്യൻ ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ എന്താണ്? CRISPR-Cas9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? ഇവയെല്ലാം കൃഷി, കൃത്രിമ ബുദ്ധി, അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സ എന്നിവയിലൊക്കെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഓപ്ഷൻ ഡി എല്ലാം ആണ് ഉത്തരം വരിക. ഓക്കെ, എങ്കിൽ 39ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? അത് ഓപ്ഷൻ സി അയോട്ട. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? അത് അയോട്ട. എങ്കിൽ 40ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? നമുക്കറിയാം ഏതാണ്? ഈഡിസ് ഈജിപ്തി അല്ലേ? ഡെങ്കിപ്പനി പരത്തുന്ന ഏതാണ്? ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. ഈഡിസ് ഈജിപ്തി ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഈഡിസ് ഈജിപ്തി. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ജനീവയാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓപ്ഷൻ ഡി ആണ്. എങ്കിൽ 42ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 42ാമത്തത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം അല്ലേ? ജി ഗുരുത്വാകർഷണ ത്വരണം ജി സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എന്താണ് 1, 3? ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ശരിയാണ്. അതുപോലെ തന്നെ ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം 0 അതും ശരിയാണ്. ഓപ്ഷൻ 2 തെറ്റാണ്. ഓക്കെ അല്ലേ? എങ്കിൽ 43ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? H ഉയരത്തിൽ നിന്നും എന്താണ്?
എച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ, പകുതി ദൂരം എന്ന് പറയുമ്പോൾ h/2, അതാണ് ഇവിടെ h/2 എന്ന് കൊടുത്തിട്ടുള്ളത്, കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? അത് ഓപ്ഷൻ ഡി 1:1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക, 1:1. ഓക്കെ അല്ലേ? എങ്കിൽ 44ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയുടെ ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരിക ഏതാണ്? യെസ്, ഇതാണ് വായു, അതുപോലെ തന്നെ വായു, ശുദ്ധജലം, സമുദ്രജലം എന്നിവയാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇപ്പം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള വരിക. ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ എ 2, 1, 3. ഓക്കെ, എങ്കിൽ 45ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 45ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ പറയണം. അത് എത്ര ശതമാനമാണ്? 1%. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, യെസ്, താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം പദ്ധതി അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് അല്ലാത്തതായിട്ട് വരിക, അതായത് ഓപ്ഷൻ സി. ഓപ്ഷൻ 46, ഓപ്ഷൻ ബി വരിക, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 47ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? സ്പോഞ്ചി അയൺ. ഓപ്ഷൻ സി അമോണിയ. അമോണിയയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് സ്പോഞ്ചി അയൺ. 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എത്രയോ തവണ PSC ചോദിച്ച ചോദ്യമാണ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? നമുക്കറിയാം സിങ്കിൻ്റെ അയിരാണ് ഇത് കലാമിൻ അല്ലേ? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. എങ്കിൽ 49ാമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ കൂട്ടുകാരെ. 49ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. തെറ്റായ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. ശരിയല്ലേ? അതും ശരിയായ പ്രസ്താവനയാണ്. അത് നെക്സ്റ്റ്, അറ്റോമിക നമ്പർ, അറ്റോമിക മാസ് എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. അത് തെറ്റായ പ്രസ്താവന. അതാണ് ഇതിൽ ഈ പ്രസ്താവന തെറ്റായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനിയോ ഡി എന്നത് ഡ്രൈസൽ ഇലക്ട്രോഡ് എന്നാണ്. ഡ്രൈസൽ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന മൂലകം സിങ്ക് ആണ്. അത് ഡ്രൈസലിൽ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നത് സിങ്ക് ആണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 49 ഉത്തരം ഓപ്ഷൻ സി ആണ്. എങ്കിൽ 50ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ബാംഗ്ലൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ബാംഗ്ലൂർ ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 51ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ചാന്ദ്രയാൻ 3 മിഷന്റെ റോവർ? ഇന്ന് രാവിലെ നമ്മുടെ PSC ടെക്സ്റ്റിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ എന്താണ് ചാന്ദ്രയാൻ 3യുടെ എന്താണ് റോവറും ലാൻഡറും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഓക്കെ അല്ലേ? അത് കണ്ട കൂട്ടുകാർക്ക് യെസ് അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം ലാൻഡറാണ് ഏത്? വിക്രം. റോവറിൻ്റെ പേര് പ്രഗ്യാൻ. 51 ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരിക. ഓപ്ഷൻ ഡി പ്രഗ്യാനാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 52ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. കൂത്തിനല്ലേ? കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത് എന്നാണ് ചോദ്യം. കൂത്തിന് ഏതാണ് ഉപയോഗിക്കുക? കൂത്തിന് യെസ് മിഴാവാണ് അല്ലേ? മിഴാവ്. കൂത്തിന് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഡി മിഴാവാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 53ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? നമ്മുടെ PSC ബുള്ളറ്റിലെ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഭൂതരായർ എന്ന 1923. അതിൽ ചോദിച്ചത് വർഷം ഉണ്ടായിരുന്നില്ല. ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആര് എന്നാണ് നമ്മുടെ PSC ബുള്ളറ്റിൽ ചോദിച്ചിട്ടുള്ളത്. ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? അത് രാമവർമ്മ അപ്പൻ തമ്പുരാൻ. 53 ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ ഈ PSC പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 54ാമത്തെ ക്വസ്റ്റ്യൻ, വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെട്ടത്ത് കലാരൂപം കഥകളിയാണല്ലേ? കഥകളി. ഓക്കെ, എങ്കിൽ 55ാമത്തെ ക്വസ്റ്റ്യൻ, മഹാകവി P. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? അതും ചോദിച്ചില്ലേടാ. അത് നമ്മുടെ PSC
ബുള്ളറ്റിലുണ്ടായില്ലേ, BSc ബുള്ളറ്റിലുണ്ടായിരുന്നു. എന്താണ് മഹാകവി P കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതാരാണ്? അത് ആറ്റൂർ രവിവർമ്മ. ആരാണ്? ആറ്റൂർ രവിവർമ്മ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എങ്കിൽ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഏത്? കേരള മാധ്യമമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് 1973 അല്ലേ? 1973 നമ്മളെ കഴിഞ്ഞ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ LDCയുടെ റിലേറ്റഡ് ഫാക്റ്റ് ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്തിരുന്നു. പഠിച്ച കൂട്ടുകാർക്ക് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇതൊക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കും. PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ഏത്? നമ്മുടെ ഈ സന്തോഷ് ട്രോഫി കിരീടം 56 ഓപ്ഷൻ ബി എന്ന് പറയുക. എങ്കിൽ 57ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2023 അണ്ടർ 2023 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? അത് ഓപ്ഷൻ ബി ഇന്തോനേഷ്യയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. ഓക്കെ അല്ലേടാ? എങ്കിൽ 58ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 58ാമത്തെ ക്വസ്റ്റ്യൻ മലയാള വിഭാഗത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഇതൊക്കെ ചർച്ച ചെയ്തതാണ് പ്രിയ AS. പ്രിയ AS ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ നെക്സ്റ്റ് എന്താണ്? 59ാമത്തെ ക്വസ്റ്റ്യൻ സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അത് ഡേഷ് ആണ്. ഇതിൻ്റെ ഉത്തരം വരിക എന്താണ്? ഫിഷിംഗ് ആണ്. എന്താണ്? ഫിഷിംഗ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ഇതിൻ്റെയൊക്കെ റിലേറ്റഡ് ഫാക്റ്റ് അടങ്ങുന്ന മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എങ്കിൽ 60ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 60ാമത്തെ ക്വസ്റ്റ്യൻ പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങൾ ഏതാണ് നെറ്റ്വർക്കുകളിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഇതിൻ്റെ ശരി ഉത്തരം വരിക ഓപ്ഷൻ ഡി റൂട്ടറാണ്. ഓപ്ഷൻ ഡി റൂട്ടറാണ്. ഓക്കെ. എങ്കിൽ 61ാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്? യെസ്, അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. 61 ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരിക. എന്നാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ശരിയായിട്ട് വരിക. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്ഷൻ എ ആണ്. ഓക്കെ. എങ്കിൽ 62ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാർ? 62ാമത്തെ ക്വസ്റ്റ്യൻ യെസ്, ഇതൊരു പ്രീവിയസ് ആണ്. ഡാം ഒരു ഡാഷ് ആണ്. ഡാം എന്നാണ്? ഡാം യെസ് ഒരു മാൽവെയർ. ഓപ്ഷൻ ബി മാൽവെയർ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് ഉത്തരം വരിക. എങ്കിൽ 63ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ് പറയുക? യെസ് എന്നാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. 63 ഓപ്ഷൻ സി ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 64ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? യെസ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലേ? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ഇതിൽ ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകാത്തത് ഏതാണ്? 64 ഓപ്ഷൻ ബി ചൂഷണത്തിനുള്ള അവകാശം. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് ലഭിക്കുന്ന ഭാഗങ്ങളാണ്. ചൂഷണത്തിലുള്ള അവകാശം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതിലാണ്? 65 ഓപ്ഷൻ എ ആണ്. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ 10ാം വകുപ്പ്. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ 10ാം വകുപ്പ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരിക. എങ്കിൽ 66ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? അത് ഓപ്ഷൻ എ മജിസ്ട്രേറ്റ് ആണ് ശരിയായുള്ള ഉത്തരം വരിക. മജിസ്ട്രേറ്റ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? മജിസ്ട്രേറ്റ് ആണ് ശരിയായിട്ട് വരിക. എങ്കിൽ 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ 2005 വിവരാവകാശ നിയമത്തിലെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ഏതാണ് ഇത് ശരിയായിട്ട് ഉത്തരം വരിക? 67 ഓപ്ഷൻ ഡി. ഇതൊക്കെ എന്നാണ് ഉത്തരം വരുന്നുണ്ട്. അതായത് ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ
എന്താണ് എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഏറ്റെടുക്കൽ, മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ, ഇവയൊക്കെ 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം വകുപ്പിൽ ഉൾപ്പെടുന്നു. അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 68ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. എത്ര പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം? അത് ഓപ്ഷൻ ബി 30 ദിവസമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 30 ദിവസം. ഓക്കെ. എങ്കിൽ 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കുന്ന ആരെയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺപെൺ വ്യത്യാസമില്ലാതെ ആരെയും എന്താണ് പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് നിർവചിക്കുന്നു. എങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ പറയണം. അതാരെ? ഓപ്ഷൻ എ രേഖാ ശർമ്മ. ഓപ്ഷൻ എ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ. എങ്കിൽ 71ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാത്സാണ് അല്ലേ? മാത്സാണ്. അപ്പം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇവയൊക്കെ എന്താണ് ഏകദേശം ഒരു ആവറേജ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു ഉദ്യോഗാർത്ഥിക്ക് സിമ്പിളായിട്ട് മാർക്ക് ലഭിക്കുന്ന ഒരു ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാത്സ്, മലയാളം, ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? യെസ്. എന്താണ് 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ ആന്തര കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഒക്കെ കൃത്യമായ വഴികൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ജസ്റ്റ് എന്നാണ് ഉത്തരം മാത്രം പറഞ്ഞു പോകാം. ഇതിൻ്റെ 71ാമത്തെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 3 ആണ് ശരിയായിട്ട് ഉത്തരം വരിക. ഓപ്ഷൻ ബി 3. യെസ്. ഓക്കെ. എങ്കിൽ 72ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് 12 വശമുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്തര കോണുകളുടെ തുക എത്രയാണ് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയുത്തരം വരിക ഓപ്ഷൻ സി 1800 ആണ് ശരിയുത്തരം വരിക. 1800. ഓക്കെ അല്ലേടാ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിൽ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500 വരിക? 73. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരിക. ഓപ്ഷൻ ഡി 17 ആണ് ശരിയായിട്ട് വരിക. എങ്കിൽ 74ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്രയാണ് എന്നാണ്. മുതലടക്കം പലിശയല്ല, പലിശ കണക്കിൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം. 74ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 4160 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. 4160. 74 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 75 ഏതാ വരിക? 75ന് ശരിയായിട്ട് ഉത്തരം വരിക ഓപ്ഷൻ ബി 4 ആണ്. 75 ഓപ്ഷൻ ബി 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 76ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് 1 into 2, 2 into 3, 3 into 4 എന്ന ശ്രേണിയിൽ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്രയാണ് എന്നാണ് ചോദ്യം. 76 ഓപ്ഷൻ സി 440 ആണ് ശരിയായിട്ട് ഉത്തരം വരിക. ഏതാണ്? 440. ഓക്കെ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ. എങ്കിൽ 77ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് 77ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്രയാണ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ശരി ഉത്തരം വരിക എത്രയാണ് കൂട്ടുകാരെ? അത് 144. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 78ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഇത് ശരി ഉത്തരം വരിക എത്രയാണ് കൂട്ടുകാരെ? അത് 80 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എത്രയാണ്? ഓപ്ഷൻ സി 80. എങ്കിൽ 79ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എന്നാണ് ചോദ്യം. എത്ര മടങ്ങായി വർദ്ധിക്കും? ഇതിൻ്റെ ശരി ഉത്തരം വരിക എത്രയാണ് കൂട്ടുകാരെ? യെസ്, അത് 12. ഓപ്ഷൻ ഡി 12 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 80ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഈ ചിത്രത്തിൽ ഈ കോൺ അല്ലേ ഈ കോൺ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കോൺ എത്രയാണ്? എന്താണ് ACB അല്ലേ? ഈ കോൺ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ACB. എത്രയാണ് ഇതിൻ്റെ ഉത്തരം വരിക? ഓപ്ഷൻ ബി 50 ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക. എത്രയാണ്? ഓപ്ഷൻ ബി 50. 50 ആണ്. എങ്കിൽ 81ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇംഗ്ലീഷ് ആണല്ലേ? ഇംഗ്ലീഷ് ആണ് 81ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിംഗ് ഹാൻഡ് കർച്ചീവ്സ്. ഏതാ കറക്റ്റ് സ്പെല്ലിംഗ് വരിക? HAND KER
CHIEFS ഹാൻഡ് കർച്ചീഫ്സ്. ഇത് ഓപ്ഷൻ ബി ആണ്. 81 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 82ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദി മാൻജർ പോളിസി? ഇതിൽ ഏതാ ഉത്തരം വരിക? 82 ഓപ്ഷൻ ഡി, എ മാൻ ഹൂ പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് എന്നാണ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരിക. ഇതാണ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് എന്താണ്? എ മാൻ ഹൂ പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്, എ ഡോഗ് ഇൻ ദ മാൻജർ പോളിസി. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഇനി 83ാമത്തെ ക്വസ്റ്റ്യൻ, സ്പോട്ട് ദി എറർ. ഇതിൽ സ്പോട്ട് ദി എറർ ഏതാ വരിക? 83 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ്. എങ്കിൽ 84ാമത്തെ ക്വസ്റ്റ്യൻ, ഫാക്സ്മൈൽ അല്ലേ? FASSCMILE, FASCIMILE മീൻസ് എക്സാക്റ്റ് കോപ്പി. എന്താണ് എക്സാക്റ്റ് കോപ്പി? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 85ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ടു ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. 85ൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള വിശദീകരണത്തോടു കൂടിയ വീഡിയോ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. എങ്കിൽ 86ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ? നൺ ഓഫ് ദി വർക്ക്മാൻ അറൈവ്ഡ്. അതിൽ ശരിയായിട്ട് ഉത്തരം വരിക എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് വരിക 86 ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് ഉത്തരം വരിക. ഡിഡ് ദേ 86. ഓക്കെ. എങ്കിൽ എന്താണ്? ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് എന്താണ്? റാറ്റ്. ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് റിലേറ്റഡ് വിത്ത് റാറ്റ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള വരിക. ഇനി ഇവിടെ 88ാമത്തെ ശരിയായിട്ട് ഉത്തരം വരിക എന്താണ്? 88 ഓപ്ഷൻ ഡി, എ, ദ എന്നാണ്. ഇനിയോ 89ാമത്തെ ക്വസ്റ്റ്യൻ, ഹീസ് ബീങ് അക്യൂസ്ഡ്. 89 ഏതാ വരിക? അക്യൂസ്ഡ് ഓഫ് ദ തെഫ്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ 90ാമത്തെ ഉത്തരം എന്താണ്? യെസ്, ചേഞ്ച് ഇൻ ടു വോയിസ് എന്താണ്? ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവരി വൺ കൺസേർഡ്. ഇതിൽ ശരിയായിട്ട് ഉത്തരം വരിക ഏതാണ്? 90 ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരിക. ഓപ്ഷൻ സി ആണ്. എങ്കിൽ നെക്സ്റ്റ് 91ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നത് ശരിയായ വാക്യം ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായിട്ടുള്ള വാക്യം വരുന്നത് ഏതാണ് കൂട്ടുകാരെ? 91ാമത്തെ ഓപ്ഷൻ സി ആണ്. ഇതാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് ഉത്തരം വരിക. ഇതാണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതുണ്ട്. അതായത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള വരിക. എങ്കിൽ 92ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം ഏത്? പലതവണ ആവർത്തിച്ചല്ലടാ. യെസ്, എന്നാണ് ഓപ്ഷൻ എ, സ്വാമികളാണ് ശരിയായിട്ടുള്ള ഉത്തരം. എങ്കിൽ 93ാമത്തെ ക്വസ്റ്റ്യൻ, വേദത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദമാക്കിയാൽ ഏതാണ്? വേദത്തെ സംബന്ധിച്ചത് 93 ഓപ്ഷൻ എ, വൈദികം. ഓക്കെ അല്ലേ? എങ്കിൽ 94ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്ഷണികം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ശാശ്വതം. ക്ഷണികം, ശ്വാശ്വതം. 94 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള വരിക. ശരിയായിട്ട് ഉത്തരം വരിക. ഇനി 95ാമത്തെ ക്വസ്റ്റ്യൻ, നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഏതാണ്? നിലാവ്, ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്താണ് വരും? നിലാവിൽ വരും. ചന്ദ്രിക, കൗമുദി. ഓക്കെ. എങ്കിൽ 96ാമത്തെ ക്വസ്റ്റ്യൻ, അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ പറയുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. ഓക്കെ. ഇനി 97ാമത്തെ ക്വസ്റ്റ്യൻ, ഭഗവത്ഗീത എങ്ങനെ എഴുതാം? ഓപ്ഷൻ സി, ഭഗവത്ഗീത. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എങ്കിൽ 98ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിണ്ടലം എങ്ങനെ പിരിച്ചെഴുതുക? വിൻ പ്ലസ് സ്ഥലം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതൊക്കെ പലതവണ PSC ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. എങ്കിൽ തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ ഘടക പദം ഏത്? തലയിലെ വേദന, തലവേദന. തലയിലെ വേദന, തലവേദന. ഓക്കെ അല്ലേടാ? യെസ്. എങ്കിൽ ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏതാണ് എന്നാണ് ചോദ്യം. ചന്ദനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാലേയം എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദനമാണ്. മാലേയം, ചന്ദനം. ഓക്കെ അല്ലേ? അപ്പം ഈ 100 ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും അതുപോലെ ചോദിക്കാൻ എന്താണ് എത്രയായിരിക്കും വരാനുള്ള കട്ട് ഓഫും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. സീ യു.